ഇത് വല്ലാത്ത തലവേദനയായി. ഒരു വശത്ത് അമ്പിളിക്കുട്ടെ, മറുവശത്ത് ക്ലീറ്റോ. ഇത് ആര് പറഞ്ഞാൽ ഞാൻ കേൾക്കണേ? ഇപ്പോൾ ക്ലീറ്റോ പറയണമെന്നും കേട്ടിട്ട് ഒരു കാര്യമില്ലടാ. നമുക്ക് ഗുണമുണ്ടോ നോക്കുക. നിന്റെ കൂടെ ജോലി ചെയ്യണവരിൽ ഭൂരിപക്ഷം പേരുടെ അഭിപ്രായം എന്താ? അല്ല, അവർ കൂടുതൽ ആൾക്കാരും പറയുന്നത് ഞാൻ ബ്രാഞ്ച് സെക്രട്ടറി ആവണമെന്നാണ് പറയുന്നത്. ആ പിന്നെന്താ, അങ്ങനെയാണെങ്കിൽ നിൽക്കന്നെ. നീ എന്നിട്ട് എന്താ മറ്റേ അവനോട് പറഞ്ഞ്? അമ്പിളിക്കുട്ടോട് ഞാൻ അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തില്ല. നല്ലൊരു ചെറിയൊരു ഭാഗികമായിട്ടൊരു സപ്പോർട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതങ്ങോട്ട് ഉറപ്പിച്ചോ. ഏട്ടാ, ക്ലീറ്റോ ചേട്ടനെ പോലെ വെറുതെ രാഷ്ട്രീയം കളിച്ച് നടക്കാനാണെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ലേ. എന്താടി പറയണേ? ഇത് അവന്റെ കൂടെ ജോലി ചെയ്യണവരുടെ യൂണിയനിൽ നിൽക്കാനാണ്, അല്ലാണ്ട് പൊതുപ്രവർത്തനത്തിന് നടക്കാനല്ല. ഓഫീസിലെ തന്നെ വേണ്ടിട്ട് കുറച്ചേരായി. കളിയാ, എന്തായി തീരുമാനം? അമ്മാവൻ പറയുന്നത് അമ്പിളിക്കുട്ടൻ്റെ കൂടെ നിൽക്കണ്ടെന്നായിരിക്കും. എൻ്റെ അമ്മാവനെ വിവരമുണ്ട്. അതാ ഞാനതല്ല പറഞ്ഞത്, അവനോട് നിൽക്കാനാണ് പറഞ്ഞത്. അമ്മാവ മണ്ണും പുണ്ണാക്കും അറിഞ്ഞൂടാതെ സംസാരിക്കരുത്. എന്തറിഞ്ഞിട്ടാണ് അമ്മാവ അങ്ങനെയൊക്കെ പറയണേ? എടാ, ഞാനൊരു കാര്യം പറയാ, ഭാഗ്യം ചിലപ്പോഴേ വരൂ. അത് പുറംകാലം കൊണ്ട് തട്ടിക്കളയരുത്. ഉചിതമായ തീരുമാനം എടുത്തോണം. അമ്മാവൻ പറഞ്ഞ കേട്ട് നീ എടുത്തു ചാടരുത്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? അതിന് നിന്റെ യൂണിയനൊന്നും അവിടെ ഇല്ലല്ലോ. എന്റെ പാർട്ടി എന്റെ യൂണിയൻ ഇല്ലെങ്കിൽ എന്താണ്? ഞങ്ങളുടെ പാർട്ടിയുടെ സപ്പോർട്ടോട് കൂടി പ്രതിപക്ഷ യൂണിയൻ അവിടെ വളരെ സ്ട്രോങ് ആണ് അളിയാ. അതെ, എങ്ങാനും നീ അവരുടെ ഇതിലൂടെ കയറി വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷത്ത് വരണത് ഞാനൊക്കെ ആയിരിക്കും. എന്നെ പോലുള്ള ഒരു നേതൃനിരയിൽ വന്നു കഴിഞ്ഞാൽ നിനക്ക് ചിലപ്പോൾ ചെറുത്ത് നിൽക്കാൻ പറ്റില്ല എന്ന് വരും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയണേ. ഇവന്റെ വാക്കൊന്നും കേൾക്കില്ല. എത്ര വർഷമായിട്ട് അവൻ നിന്നായിട്ട് പൊരുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. നീ ചെറുത്തുക്കാണല്ലോ. അവനൊരു ചുക്കും ചുണ്ണാമ്പ് ചെയ്തിട്ടില്ലല്ലോ. അതെ, രാഷ്ട്രീയ രംഗം വേറെ, നമ്മുടെ വീട്ടിലുള്ള ഒന്നും രണ്ടും പറയണത് പോലെ അല്ല രാഷ്ട്രീയം. അല്ലാതെ ഇത് സംഭവിച്ച പറഞ്ഞല്ല. ഈ അമ്പിളിക്കുട്ടിന് മേലുള്ള ആൾക്കാർക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അവന്റെ ഒരു അഭിമാന പ്രശ്നമായി പോയി ഞാൻ അങ്ങനെ ചെന്നില്ലെങ്കിൽ. അഭിമാനം അമ്പിളിക്കുട്ടന് മാത്രമേ ഉള്ളൂ അഭിമാനം. അപ്പൊ എനിക്ക് അഭിമാനമൊന്നുമില്ല അല്ലേ? അപ്പൊ ഞാൻ ഈ കുടുംബത്തിൽ ആരുമല്ല. അല്ല, അമ്പിളിക്കുട്ടൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. എടേ അളിയാ, ഞാനും വാക്ക് കൊടുത്ത്. എന്റെ മനസാക്ഷിയോട് ഞാൻ ഇന്നലെ രാത്രി മുതലേ ഇങ്ങനെ പറയണ. എന്റെ കൂടെ നിൽക്കും, അളി എന്റെ കൂടെ നിൽക്കും, എന്റെ ചങ്കാണ്. കളി ഞാൻ പറയണ പോലെ കേൾക്കുന്നു. കുടുംബ അളിയനൊക്കെ വേറെ, രാഷ്ട്രീയം വേറെ. രാഷ്ട്രീയത്തെ നീ പറയാൻ നിൽക്കരുത്. അമ്മാവൻ വന്ന് ഇടം കൊണ്ടിട്ട് അളിയെ പകുതി മനസ്സോടെ നിന്നാണ് എന്റെ കൂടെ നിൽക്കാൻ. അമ്മാവൻ വന്ന് ഓതി അവനെ. പിന്നെ ഞാൻ ഓതിയിട്ട് വേണ്ട അവൻ നേരെ നല്ലതും കെട്ടതൊക്കെ തിരിച്ചറിയാം. അവനറിയാം, അവൻ തീരുമാനിക്കും. നീ ഇതിന്റെ പേരിൽ വഴക്കും വെക്കണമെന്നും വേണ്ട. നീ ആവശ്യമില്ലാതെ എടുത്തു ചാടരുത്. നീ വെറുതെ നേതാവാൻ നോക്കണ്ട. അല്ലെ, അങ്ങനെ അല്ലല്ലോ. ഇതിപ്പോ വേറെ നിനക്കെതിരെ വരുന്ന അല്ലല്ലോ. നിന്റെ പാർട്ടി അവിടെ ഇല്ല, അമ്മാവൻ പറഞ്ഞ പോലെ. ഇതിപ്പോ എതിർ യൂണിയനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നീ പറഞ്ഞതുപോലെ ചെയ്യേ. നീ തിന്നോ. ഈ പറഞ്ഞ പോലെ ഞാനിപ്പോ അങ്ങോട്ട് വിട്ടു. ഞാനിപ്പോ എന്താ വേണ്ട? നീ നല്ലതിൽ ഉറച്ചു നിൽക്കുക. നീ അവനെ വാക്ക് കൊടുത്തും അത് നടത്തുക. അളിയാ, നീ നിക്കണ്ട. നിനക്ക് അങ്ങനെ മോഹം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഭാവിയിൽ നിനക്ക് ഞാൻ അതിനുള്ള നീ ഈ ത്രാക്ഷ്യത്തിൽ എത്ര കാലം ഭാവി ഉണ്ടായിട്ടില്ലല്ലോ. അവനൊരു ഭാവി ഉള്ളത് കളയാൻ പറ്റില്ല. അവന്റെ നീ നേതാവാന്ന് വിചാരിക്കണ്ട. ഞാൻ അത് സമ്മതിക്കില്ല. പിന്നെ നീ മാത്രം അമ്മാവനായി പോയി. ഇല്ലെങ്കിൽ പിന്നെ എത്രയോ അമ്മാവന്മാരാ മേളിലോട്ട് എടുക്കണം. നീ എന്നെ എടുക്കോടാ. നീ എന്നെ മേളിലേക്ക് കെട്ടിയെടുക്കാൻ വേണ്ടി തന്നെ ഇറങ്ങി പുറപ്പെട്ടേക്ക. ഞാനിപ്പോ എന്താ വേണ്ടത്? എടാ, അവന്റെ വാക്ക് കേക്കല്ലേ. ഇങ്ങനെ യൂണിയനിലൊക്കെ നിന്നിട്ട് അതിന്റെ ഓരോ സ്ഥാനത്ത് എത്തുമ്പോ ജോലിയിൽ കയറ്റം കിട്ടാനും പലതിനും ഗുണങ്ങളുണ്ട്. ഇനി അവൻ രാവിലെ എഴുതിട്ട് അവന്റെ പോലെ കാണണ്ടേ എല്ലാ ദിവസവും? അവന്റെ മുഖം കാണണ്ട. അല്ലിപ്പോ അവന്റെ മുഖം കണ്ടെന്ന് മുഴുവൻ ഐശ്വര്യമില്ല എന്നല്ലേ പറയുന്നത്. പിന്നെ ഒളിഞ്ഞു നോക്കേണ്ട ആവശ്യം എന്താ? കൊള്ളാല്ല. എന്ത് കുഴപ്പം ക്ലീറ്റോ നിങ്ങക്ക്? അതെ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ അവൻ ആ യൂണിയന്റെ നേതാവാൻ ഞാൻ സമ്മതിക്കൂല. ക്ലീറ്റോ, അതിന് എന്താ നിങ്ങൾക്ക് ഇത്ര പ്രശ്നം ഞാൻ ഈ ചോദിക്കുന്നത്? എനിക്ക് പ്രശ്നമുണ്ടടി. എന്ത്? എനിക്ക് പ്രശ്നമുണ്ട്. ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു യൂണിയൻ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ആ യൂണിയൻകാരുടെ മുമ്പിൽ എന്റെ വില എന്താവും? എന്നാ പിന്നെ ഒരു വഴിയുണ്ട്. അമ്മയെ കൊണ്ട് പറയിപ്പിക്കാന്നുള്ളതല്ലേ? ഞാനത് ആലോചിച്ചോണ്ടിരിക്കണം. അതാണ് നല്ലത്. അപ്പൊ അവൻ കേൾക്കും. അതല്ല പിന്നെ അതില് നല്ലൊരു വഴിയുണ്ട്. ഇപ്പൊ ക്ലീറ്റോ സപ്പോർട്ട് ചെയ്യണ ഒരു പാർട്ടി യൂണിയൻ ഉണ്ടല്ലോ അവിടെ. ആ യൂണിയനിൽ നിന്ന് ക്ലീറ്റോന്റെ സപ്പോർട്ട് അങ്ങ് പിൻവലിച്ചാൽ മതി. ഏതങ്കം എന്റെ പഠിപ്പ് എൻ്റെ അടുത്ത് അടിക്കരുത് കേട്ടാ. അവൻ യൂണിയൻ നേതാവ് ആവാതിരിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോവുക, അതിന് എന്ത് കൊള്ളരുതായി വേണമെങ്കിലും ഞാൻ ചെയ്യുകയും ചെയ്യും. നീ നോക്കിക്കോ. അതൊക്കെ നോക്കേണ്ട കാര്യം നമുക്കറിയാലോ. അല്ല, അവന് യൂണിയന്റെ നേതാവ് ആവണമെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പാർട്ടി യൂണിയൻ ഉണ്ടാക്കുമല്ലോ. അപ്പോഴത്തേക്ക് അവൻ അതിന്റെ നേതാവ് ഞാൻ ആക്കൂലേ? അതിങ്ങനെ ലോകം അവസാനിക്കണ്ടേ ക്ലീറ്റോ? തങ്കം, നീ എന്റെ പാർട്ടിയെ കുറിച്ച് ആവശ്യമില്ലാതെ പറഞ്ഞോണ്ടല്ല, എന്റെ വിധം മാറും. കാണാം നിന്റെ ആങ്ങള കൂണിയ നേതാവണത്. ന്റെ അടുത്താണ് കളി. അതിന് മറ്റവനുണ്ടല്ലോ അമ്പളിക്കുട്ടായി, അവനും ഞാൻ വെച്ചിട്ടുണ്ടടി. ഇത് എന്ത് ചെയ്യണമെന്നാ ഓരോ ദിവസവും ഓരോ കാരണങ്ങള്.
versus alien.